എല്ലാവരും ഹായ്. ഓക്കെ, ഹായ് ഹായ് ഹായ്. ഇന്നത്തെ നമ്മളുടെ വിഷയം കൂടി പറഞ്ഞ പോലെ ഡ്രൈ ഡ്രഗ്, അല്ലെങ്കിൽ കുടിക്കാത്ത കുടിയൻ, വരണ്ട കുടിയൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, പബ്ലിക്കിൻ്റെ ഉള്ളിൽ മദ്യപാനം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരക്കാരായിട്ടാണ് കാണുന്നത്. ഒന്ന് അല്പം പോലും മദ്യം കഴിക്കാത്തവർ, വളരെ ശുദ്ധമായ ക്ലീനായ ആളുകൾ. മറ്റൊന്ന് കുടിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ കുടിയന്മാർ. ഇങ്ങനെ കുടിക്കുന്ന ആളുകളെ തന്നെ നമുക്കൊരു 4 വിഭാഗമായിട്ട് കാണാം. അതായത് ഒരു നിശ്ചിത അളവിൽ ദിവസേന ഒരു അപ്പറ്റൈസർ പോലെ, അല്ലെങ്കിൽ ഒരു മരുന്ന് എന്നുള്ളത് കുടിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മദ്യപാനികൾ അറിയപ്പെടുന്നത് റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ്, അല്ലെങ്കിൽ റെഗുലർ കൺട്രോൾഡ് ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നു. അവരെല്ലാ ദിവസവും കഴിക്കും ഒരു പെഗ് അല്ലെങ്കിൽ 1.5 പെഗ്. രണ്ടാമത്തെ ഒരു വിഭാഗം നമ്മളെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്ന സോഷ്യൽ ഡ്രിങ്കർ, അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ് എന്നാണ്. ഒരു മാന്യനായ കുടിയൻ. ഇവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും മദ്യപിക്കാറില്ല. ചില പ്രത്യേക വിശേഷ അവസരങ്ങളിലോ പാർട്ടികളിലോ ഒക്കെ മാത്രം കുടിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കുടിച്ചു എന്നും വരാം. ബിഞ്ച് ഡ്രിങ്കേഴ്സ് എന്നറിയപ്പെടുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. അവർ കുറേ കാലം ഇങ്ങനെ കുടിക്കാതിരിക്കും. പിന്നീട് ഒന്ന് കഴിക്കുമ്പോൾ ഇതുവരെ കഴിക്കാതിരുന്ന കാലത്ത് മുഴുവൻ കൂടി ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് കുടിച്ചു തീർക്കും. പിന്നെ കുറേ കാലം പച്ചയായിരിക്കും. പിന്നെ വീണ്ടും ഒരു കുടി, അതെങ്ങനെയാ പഴയതുപോലെ ഫുൾ, ചിലപ്പോൾ ഒരു ദിവസമോ ആഴ്ചയോ നീണ്ടു ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. നാലാമത്തെ വിഭാഗം നമ്മളാണ്. നമുക്കെല്ലാം സുഖരായ നമ്മൾ തന്നെയാണ് മദ്യാസക്തർ അഥവാ ആൽക്കഹോളിക്സ്. കുടിക്കാതിരുന്നാലും ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ. ഒരു പെഗ് തൊട്ടുപോയാൽ പിന്നെ മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെ ഇങ്ങനെ തുറന്നു പോകുന്ന കുടിയന്മാർ. പൊതുവേ കുടിക്കുന്ന ആളുകളുണ്ട്, കുടിക്കാത്ത ആളുകളുമുണ്ട്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് രണ്ടും കൂടി ചേരുന്നൊരു വിഭാഗത്തെക്കുറിച്ചാണ്. ഡ്രൈ ഡ്രങ്ക്. ഡ്രൈ ഡ്രങ്ക് എന്ന് പറയുന്ന ഒരു കൊളോക്കിയൽ എക്സ്പ്രഷനാണ്. അത് നമ്മുടെ ഒരു നാട്ടു പ്രയോഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്നെയും പറഞ്ഞിട്ടുള്ള ഒരു മദ്യാസക്തനെ കുടിക്കാത്തൊരു അവസ്ഥയിൽ കണ്ടാൽ സാധാരണ പറയാനുള്ളതാണ്, ഇന്ന് ഡ്രൈ ആണ്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ പറയാറ് ഇന്ന് പച്ചയാണ്, തൊട്ടിട്ടില്ല എന്നൊക്കെ പറയാറ്. അപ്പോൾ ഡ്രൈ ഡ്രങ്കിനെ കൃത്യമായിട്ട് മലയാളീകരിക്കുമ്പോൾ ഈ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉണങ്ങിയ വരണ്ട, അതുകൊണ്ടാണ് വരണ്ട കുടിയൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ രണ്ട് വിഭാഗത്തിലും പെടാതെ, അയാൾ കുടിക്കുന്ന ആളാണോ? അല്ല. എന്നാൽ കുടിക്കാത്ത ആളാണോ? യെസ്, കുടിക്കാത്ത ആളുടെ ശീലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളെ കൃത്യമായിട്ട് പറയാൻ നല്ലത് കുടിക്കാത്ത കുടിയൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടിക്കുന്നവരുടെ വിഭാഗത്തിലും പെടുത്താൻ പറ്റില്ല, കുടിക്കാത്തവരുടെ വിഭാഗത്തിലും പെടുത്താൻ പറ്റാത്ത മറ്റൊരു വിഭാഗം ആളുകൾ തന്നെയാണ് ഡ്രൈ ഡ്രങ്ക് അഥവാ കുടിക്കാത്ത കുടിയൻ. എന്താണ് ഒരു ഡ്രൈ ഡ്രങ്ക് അല്ലെങ്കിൽ ഒരു കുടിക്കാത്ത കുടിയൻ? ആൽക്കഹോളിക്സ്, അതായത് മദ്യാസക്തർ, അവരുടെ ചിന്തകളും മാനസിക അവസ്ഥയും വൈകാരിക അവസ്ഥയും മറ്റ് മദ്യപാനികൾ, ആൽക്കഹോളിക് അല്ലാത്ത, നേരത്തെ പറഞ്ഞ രീതിയിൽ കഴിക്കുന്നവരിൽ നിന്നും അല്ലെങ്കിൽ തീരെ മദ്യപിക്കാത്തതിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയിലുള്ളവരാണ്. അവരുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിരിക്കും.
അവരുടെ മാനസികാവസ്ഥ എല്ലാത്തിനോടും ഒരു ഡിനയൽ, നിഷേധിക്കുന്ന തരത്തിലും, ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്തതും, ആങ്സൈറ്റി, ഉത്കണ്ഠയും, ഒന്നിനോടും ഒരു പൊരുത്തപ്പെടാത്തറാകാത്ത ആളുകൾ, വൈകാരികമായിട്ട്, അതായത് ഇമോഷണലി അൺസ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും പൊതുവെ ആൽക്കഹോളിക്സ്. അപ്പോൾ നമ്മളും പൊതുസമൂഹവും എല്ലാം പൊതുവെ കരുതിയിരിക്കുന്നത് അവരുടെ ഈ കുടിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും ഇതിങ്ങനെ. അപ്പൊ കുടി നിർത്തിയാൽ ഇതെല്ലാം മാറിയിട്ട് ശരിയായി വരും, സാധാരണ മര്യാദക്കുള്ള മനുഷ്യരെ പോലെ ആകും എന്നുള്ളതായിരിക്കും പൊതുവെയുള്ള ഒരു ധാരണ. അപ്പൊ ആ ഒരു മദ്യാസക്തൻ നമ്മുടെ മഹത്തായ ഈ കൂട്ടായ്മയിൽ, ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നു. കൂട്ടായ്മയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ മിക്കവാറും അവിടെ ഉള്ള കുറച്ച് പഴമക്കാരെല്ലാം പറഞ്ഞു കൊടുക്കും, തൻ്റെ ആദ്യത്തെ പ്രഗ്ഗാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് മാറി നിൽക്കണം, സ്ഥിരമായിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ആകെ ഉള്ളത്. ആകെ ഒരു ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതെ മാറി. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളും കേട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ഏയിലുള്ള നമ്മൾ ഇതിനകത്ത് ഈ മീറ്റിങ്ങിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ആളുകളെല്ലാം ഈ ഒരു രീതിയിൽ കൂടി തന്നെ കടന്നു വന്നിട്ടുള്ള. അപ്പോൾ മദ്യാസക്തനായ പുതുതായിട്ട് വരുന്ന ആ ഒരു സുഹൃത്ത് അങ്ങനെ ആദ്യ പെഗ് ഒഴിവാക്കുന്നു, മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു, കുടിക്കാതെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. അയാൾ കുടിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ആൽക്കഹോളിക്കിൻ്റെ ആ തിങ്കിങ്, അത്തരം ചിന്തകളും ആ ഒരു സ്വഭാവവും പെരുമാറ്റവും എല്ലാം പഴയ പോലെ തന്നെയാണ്. എന്നാൽ അയാൾ കുടിക്കുന്നുമില്ല. ഇതാണ് ഒരു ഡ്രൈ ഡ്രഗ്. അയാൾ കുടിക്കുന്നില്ല, എന്നാൽ പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഒരു മദ്യാസക്തൻ്റേത് തന്നെയായിരിക്കും. പേലുള്ള ഒരു അംഗത്തിൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ഒരിക്കലും എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മുരളിയേട്ടാ, പുള്ളിക്കാരൻ കുടിക്കുന്നത് തന്നെയായിരുന്നു ഭേദം. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ തന്നെ ഒരു 12-ാം പടി നടത്തി ഗ്രൂപ്പിലെത്തിച്ച ആളാണ്. കുടിക്കാതെ 2 വർഷം കഴിഞ്ഞ് 2 ടോക്കണും വാങ്ങി മീറ്റിങ്ങിലൊക്കെ ഗംഭീര ഷെയറിംഗ് ആണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള രീതിയിൽ പറയുമ്പോഴൊക്കെ ഭാര്യയ്ക്ക് എന്താ പ്രണയം, മക്കള് വാത്സല്യം കൊണ്ട് ദേഹത്തു നിന്നൊന്നും മാറുന്നില്ല. ഈ ഒടുക്കത്തെ കുടിയൊക്കെ പണ്ടേ നിർത്തേണ്ടതായിരുന്നു, അന്ന് തോന്നിയില്ലോ. ഇങ്ങനെ പറഞ്ഞ് ഗംഭീരമായിട്ട് ആ ഇതാണ് എനിക്ക് കിട്ടിയ സന്തോഷം, നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പുള്ളി ഷെയറിങ് നിർത്തും. അപ്പോൾ ആ ഷെയറിങ് കേൾക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി. എന്നാൽ അയാളുടെ ഭാര്യയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഞാൻ അന്തിച്ചു പോയത്. അതായത് പുള്ളിക്കാരന് പണ്ടും എന്തിനും എപ്പോഴും ഭയങ്കര ദേഷ്യമായിരിക്കും. ഇപ്പൊ ദേഷ്യം വന്നാൽ കയ്യിൽ കിട്ടിയത് എന്താണെങ്കിലും, ഇപ്പൊ റിമോട്ടോ മൊബൈൽ ഫോണോ എന്താണെങ്കിലും ആ ഭാര്യയുടെയും മക്കളുടെയും ടിവിയുടെ ഒക്കെ നേരെ വലിച്ചെറിയുക. ഇപ്പൊ പണ്ട് കുടിച്ചിരുന്നപ്പോ ഈ പകുതി വെളിവിലാണല്ലോ എറിയുന്നത്, അതുകൊണ്ട് പുള്ളി എറിയുന്ന ഉന്നമൊന്നും കൃത്യമാവില്ല, എങ്ങും കൊള്ളുകയില്ല. ഇന്ന് കാലക്കേടിന് കുടിക്കാനില്ല, അതുകൊണ്ട് അയാളുടെ ഒന്നും തെറ്റുന്നില്ല, കൃത്യമായിട്ട് എനിക്കോ മക്കൾക്കോ അല്ലെങ്കിൽ ടി വിയുടെ കൊള്ളും. TV 3 തവണ നന്നാക്കി വെച്ചു, ഇനി നന്നാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പുതിയത് വാങ്ങി. ഈ മൊബൈലും റിമോട്ടും ഒക്കെ വീട്ടിൽ വേണ്ട സാധനങ്ങൾ മേടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതാണ് ഒരു ഡ്രൈ ഡ്രഗ്, അഥവാ ഒരു കുടിക്കാത്ത കുടി. എന്നാൽ ചില അംഗങ്ങൾ കൂട്ടായ്മയിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ ആ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും എല്ലാം മാറ്റം വന്ന് വളരെ ആനന്ദകരമായ ഒരു ജീവിതം ജീവിക്കുന്നവരുണ്ട്. എന്താണ് ഇങ്ങനെ രണ്ടുപേരും 2 വ്യത്യസ്ത ജീവിത
രീതിയിലുള്ള അംഗങ്ങളായത്. ഒരാളിപ്പോൾ കുടിക്കുന്നില്ലെങ്കിലും പഴയ പോലെ തന്നെ പോകുന്നു. ഒരാളുടെ ജീവിതത്തിൻ്റെ ശൈലി ആകെ മാറിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇവർ രണ്ടും രണ്ട് വിധത്തിലും ആയിപ്പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ കൂട്ടായ്മയെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ പൊതുവെ ഒരു ധാരണ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ കുടി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. കുടി നിർത്താൻ സഹായിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ കുടി നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടായ്മയല്ല. മറിച്ച് ഇനിയൊരു കുടിയിലേക്ക് പോകാതെ ഒരു ഗുണമേന്മയുള്ള, ക്വാളിറ്റിയുള്ള, ഒരു പ്രയോജനകരമായ ഒരു യൂസ്ഫുൾ ലൈഫ്, അതായത് സജസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ മാറിയ ജീവിത രീതിയിലൂടെ ജീവിതത്തെ ആ ജീവിതത്തിൻ്റെ അർത്ഥത്തിൽ ലൈഫ് ഓൺ ലൈഫ് സ്റ്റൈൽ ആ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന, അല്ലെങ്കിൽ ആനന്ദകരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയെ വ്യക്തിയായി മാറ്റുന്ന ഒരു ജീവിതചര്യ. അപ്പോ ഈ പുതിയ ജീവിത രീതി നിർദ്ദേശിച്ചിരിക്കുന്നത് 12 പടികളിലൂടെയാണ്. നമ്മളെല്ലാം തന്നെ എയിലെത്തിയത് നമ്മുടെ കുടി അനിയന്ത്രിതമായ അവസ്ഥയിലെത്തിയപ്പോഴാണ്. എവിടെയായാലും വേണ്ടില്ല, എന്നുള്ള എല്ലാം പഠിച്ച പണി പതിനെത്തും നോക്കി കുടി നിർത്തണമെന്ന് ഒടുക്കത്തെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. എന്നെ കൊണ്ട് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല എന്ന് ആരോടും പറഞ്ഞ് അവരോട്ട് വിശ്വസിക്കുമോ? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടെയുള്ളവർക്കറിയാം, നമ്മൾ അനുഭവിച്ച അവസ്ഥകൾ അറിയാവുന്നതുകൊണ്ട് അവർ പറയും കുഴപ്പമില്ല, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, നീ പറയുന്നത് മറ്റവർക്ക് മനസ്സിലാവില്ല, കാരണം അവർ എന്നെപ്പോലെ ആൽക്കഹോളിക് അല്ല. അതുകൊണ്ട് ശരിയാണ്, നിനക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നിന്നെ കൊണ്ട് പറ്റുന്നില്ല, ശരി. അപ്പൊ അങ്ങനെ കുറേ നാൾ നമ്മൾ കുടിക്കാതെ പോകുമ്പോൾ നമ്മൾ അതിലങ്ങോട്ട് സംതൃപ്തരാകും. ആ കുടിക്കാതെ ഇരിക്കുന്നതിൽ മാത്രം സംതൃപ്തിയുണ്ട്. എന്നാൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണാൻ ശ്രമിക്കുമ്പോൾ, കുടിക്കാതിരിക്കുന്നതിനപ്പുറത്തും ഒരു മാറിയ ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത രീതിയാണെന്ന് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും. കുടിയിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്ന ഒരു ആൽക്കഹോളിക് അദ്ദേഹത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തൊലിയുടെ പുറത്തൊരു മുറിവ് വന്നിട്ടുണ്ട്, ആഴത്തിലുള്ള മുറിവാണ്, അതിന് പുറത്ത് എന്തെങ്കിലും മെഡിസിൻ എല്ലാം വരിയിട്ട് അങ്ങോട്ട് ഉണക്കിക്കളയുന്ന പോലെയാണ് കുടി മാത്രം നിർത്തുന്നത്. കാരണം നമ്മളെ ആ കുടിയിലേക്ക് നയിക്കുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ കുടി മാത്രം നിർത്തിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ഒരു മരുന്നൊക്കെ വെച്ചിട്ട് ഉണക്കുന്നതാണ്. മറിച്ച് പ്രോഗ്രാമിനുള്ള മദ്യാസക്തൻ, അല്ലെങ്കിൽ ഗൗരവത്തിൽ കണ്ട് ആഴത്തിൽ മനസ്സിലാക്കി ആ ഒരു ജീവിത രീതി സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മദ്യാസക്തൻ ആ മുറിവിൻ്റെ അകത്ത് ആഴത്തിലേക്കുള്ള ഭാഗത്താണ് ചികിത്സിക്കുന്നത്. തൊലിയുടെ പുറത്ത് മാത്രം ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മുറിവ് ഉണങ്ങിയെന്ന് വരും. എന്നാൽ മുറിവിൻ്റെ അകത്ത് ഉള്ളിൽ ആഴത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കാം. അതിനെ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ അകത്ത് നിന്നും വീണ്ടും വീണ്ടും പതിയത് പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന മുറിവ് ഒരു വ്രണമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അത് തന്നെയായിരിക്കും ഒരു മദ്യാസക്തൻ്റെ അവസ്ഥയും. ഇപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ കുടി നിർത്തി കുടിക്കാതിരിക്കുന്ന, അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു മദ്യാസക്തൻ, അയാൾ അകത്താണ്, എന്നാൽ പ്രോഗ്രാമിൻ്റെ പുറത്തുമായിരിക്കും. പൊതുവെ പറയാം, നമ്മൾ സാധാരണ പറയാണ് എയിലൊക്കെയാണ്, പക്ഷേ അകത്താണ്, പക്ഷേ പ്രോഗ്രാമിൻ്റെ പുറത്താണ്. ഇവർ സോബർ, മദ്യപിക്കാത്തൊരവസ്ഥയിലാണെങ്കിലും ഒരിക്കലും റിക്കവറിയിലായിരിക്കില്ല.
സോബറാണ്, പക്ഷെ റിക്കവറിയിലല്ല. ഇവിടെ നമ്മൾ എന്താണ് സോബ്രൈറ്റി അല്ലെങ്കിൽ എന്താണ് റിക്കവറി, ഇതിൻ്റെ ഒരു വ്യത്യാസവും മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ മദ്യാസക്തനായ ഒരാൾ കൂട്ടായ്മയിൽ വരുന്നു. ഒന്നാം പടിയുടെ ഒന്നാമത്തെ ആ ഭാഗം, മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണ് ഞാൻ എന്ന് നിരുപാധികം സമ്മതിച്ചിട്ട് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അയാൾ സോബറാണ്. നമ്മൾ പൊതുവെ അതിന് സുബോധവാൻ എന്ന് പറയും. പക്ഷെ അബോധാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ബോധാവസ്ഥയിൽ എത്തുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ആകട്ടെ, സോബറാണ്, കുടിക്കുന്നില്ല. പക്ഷെ അയാളുടെ ആ സോബ്രൈറ്റി ശാരീരികമായിട്ട് മാത്രമാണ്, ഒരു ഫിസിക്കൽ സോബ്രൈറ്റി ആണ്. കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ കുടിക്കുന്നില്ല എന്ന് മാത്രം. മറിച്ച് റിക്കവറിയിലുള്ള ഒരു അംഗമാണെങ്കിൽ അയാള് ഒന്നാം പടിയുടെ ഒന്നാമത്തെ ഭാഗം അംഗീകരിച്ച് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. മറ്റേ ചെയ്യുന്നത് തന്നെ. അതോടൊപ്പം ഒന്നാം പടിയുടെ രണ്ടാമത്തെ ഭാഗമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നും അതോടൊപ്പം സമ്മതിക്കുന്നു, ബോധ്യപ്പെട്ട് സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ ആ അനിയന്ത്രിതമായ ജീവിതത്തെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം, അതിനായിട്ട് എ നിർദ്ദേശിക്കുന്ന ഒരു ജീവിത രീതിയിലൂടെ, അതായത് 12 പടികളിലൂടെ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു, ഒരു പുനർക്രമീകരണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേയാൾ ചിലപ്പോൾ ചോദിക്കാട്ടോ, എൻ്റെ പ്രശ്നം കുടിയേ ഉള്ളൂ, ഞാൻ ഈ കുടിക്കുന്നതിന് എയിൽ വന്നു, മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണ്, ഞാൻ സമ്മതിച്ചു, എൻ്റെ ആദ്യത്തെ പെഗ്ഗാണ് പ്രശ്നം എന്ന് പറഞ്ഞു, ഞാൻ ആദ്യത്തെ പെഗ്ഗിനെ അറസ്റ്റ് ചെയ്തു, ഇപ്പം ഞാൻ കുടിക്കാതെ പോകുന്നു, ഐ ആം ഹാപ്പി. പക്ഷേ മറ്റേ ആള് അതല്ല, എന്താണ്, രോഗത്തിന് പകരം രോഗകാരണത്തെയാണ് അയാൾ ചികിത്സിക്കാൻ തയ്യാറാകുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയത്? അതിനുള്ള കാരണങ്ങളാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ബാക്കി പടികളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേതുകൊണ്ട് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആരാണ് ഡ്രൈ ഡ്രങ്ക് അല്ലെങ്കിൽ കുടിക്കാത്ത കുടിയൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: മദ്യാസക്തനായ ഒരാൾ കൂട്ടായ്മയിലൂടെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും എന്നാൽ എ റിക്കവറി പ്രോഗ്രാമായ 12 പടികൾ പരിശീലിച്ച് തുടങ്ങുന്നതും ചെയ്യുന്നതിന് ഇടയ്ക്കുള്ളൊരു സമയമുണ്ട്. അയാൾ കുടി നിർത്തിയ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിക്കവറി തുടങ്ങിയിട്ടില്ല, റിക്കവറി പ്രോഗ്രാം അയാൾ പരിശീലിച്ച് തുടങ്ങിയിട്ടില്ല. ഈ ഒരു പീരീഡിനെയാണ് യഥാർത്ഥത്തിൽ ഡ്രൈ ഡ്രങ്ക് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ സോബറായി കുടി നിർത്തിയിട്ട് ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് താമസിക്കും തോറും അയാളുടെ ഡ്രൈ ഡ്രങ്ക് അവസ്ഥയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും. കുടി നിർത്തിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ഇടുമ്പോൾ ആ ഡ്രൈ ഡ്രങ്ക് അവസ്ഥ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രൈ ഡ്രങ്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുടിക്കാതിരിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത്തരക്കാരിൽ നിന്ന് പലപ്പോഴും കേൾക്കാനിടയായിട്ടുള്ള ഒരു സംഭാഷണമാണിത്. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള. ഇപ്പോൾ ഇങ്ങനെയുള്ള കുടിക്കാതിരിക്കുന്ന ഒരാൾ മറ്റൊരാളായിട്ട് സംസാരിച്ചൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിയുമ്പോൾ, ഞാൻ കുടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ, ഞാൻ പഴയ ഞാൻ തന്നെയാണ് കേട്ടോന്ന്. ഏതിനാണ് കൊച്ചി മാറിയെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയാണെന്ന് പറഞ്ഞ പോലെ ഞാൻ കുടി മാത്രം നിർത്തിയിട്ടുള്ളൂ, ഇപ്പോഴും ഞാൻ പഴയ ഞാൻ തന്നെയാണ്. ശരിയാണ്, ഒരു ഡ്രൈ ഡ്രങ്ക് കുടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ആ പഴയ മദ്യാസക്തൻ തന്നെയാണ്. ഇതാണ് ഒരു കുടിക്കാതിരിക്കുന്ന കുടി. അതിലും വേറൊരു തരത്തിലുള്ളൊരു സംഭാഷണം ചിലപ്പോൾ കേൾക്കാറുണ്ട്. ഞാൻ എയിലായിപ്പോയി, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. അപ്പം ഇത് കേട്ടാൽ തോന്നും അയാൾ എയിലായി എന്നുള്ളത് എന്തൊരു വലിയ അപരാധമായതുപോലെ. എയിലല്ലെങ്കിൽ അപ്പം അയാൾക്ക് തന്നെ ആ മാറ്റങ്ങൾ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം അയാൾ കുടിക്കാതിരിക്കുന്നുണ്ട്, പക്ഷെ അത് തന്നെ അയാൾ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, പൂർണ്ണമായ
എന്താണ് സംതൃപ്തിയോടെയല്ല അയാൾ കുടിക്കാതിരിക്കുന്നത്. അയാളുടെ ചിന്തകൾ ഇപ്പോഴും ഒരു ആൽക്കഹോളിക്കിൻ്റെ തന്നെയാണ്. അയാളുടെ വൈകാരിക തലം അതും ഇപ്പോഴും ഒരു മദ്യാസക്തൻ്റേത് തന്നെയാണ്. അയാളുടെ കാഴ്ചപ്പാടുകളും മനോഭാവവും പഴയ ആ മദ്യാസക്തൻ്റേത് തന്നെയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്ന ഒരേ ഒരു മാറ്റം അയാൾ കുടിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും എന്നെ കേൾക്കുന്ന പലർക്കും ഇത്തരം ആളുകളെ നേരിട്ട് പരിചയപ്പെടാനുള്ള ഇട വന്നിട്ടുണ്ടാവും. ഓക്കെ, സോബറായിരിക്കുകയും എന്നാൽ പ്രോഗ്രാമിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന ഒരു മദ്യാസക്തൻ, അവർക്ക് എയിലുള്ളവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ അയാൾ എയുടെ ഉള്ളിലായിപ്പോയി. അതുകൊണ്ട് മദ്യപിക്കുന്ന ആളുകളുമായിട്ട് അയാൾക്ക് ചേരാൻ കഴിയുന്നില്ല. അയാൾ ആകെ അസ്വസ്ഥനാവുകയാണ്. അപ്പോഴല്ല ഇയാൾക്കൊരു നഷ്ടബോധം, ആ കുടിക്കുന്ന അതിലെ ആ ഒരു സ്മരണ, ഓർമ്മകൾ അയാളുടെ ഇങ്ങ് നിലനിൽക്കുന്നു. അയാളുടെ ഓർമ്മയിൽ ഇപ്പോഴും മുമ്പ് വൈകുന്നേരം പോയിരുന്ന സ്ഥലങ്ങൾ, അന്നത്തെ ആളുകൾ, അവരോടൊപ്പം ചെലവഴിച്ചിരുന്ന സമയത്ത് സംഭാഷണങ്ങൾ, കളിച്ചിരികൾ, ഇതൊക്കെ ആയിരിക്കും അയാളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതിനകത്ത് തന്നെ ചില ആളുകൾ ആ പഴയ മദ്യപിക്കുന്നവരുടെ ആ കൂട്ടത്തിൽ തന്നെ പോയിരിക്കും. പക്ഷെ അവർ കുടിക്കില്ല, അവരൊഴിച്ചു കൊടുക്കും. ചിലപ്പോൾ സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കാശൊക്കെ മുടക്കിയിട്ട് ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്കൊരു പാർട്ടി നടത്തും. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ടച്ചിങ്സ് ഒക്കെ കഴിച്ച് ചിലപ്പോൾ ഒരു പാട്ട് പാടി, അല്ലെങ്കിൽ അവർ പാടുന്നതിൻ്റെ ഒരു കൂടെ പാടി, എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്കോ കോളയൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. പക്ഷെ ഈ സമയത്ത് അയാൾ അറിയാതെ വായിലൂടെ കുടിക്കുന്നില്ലെങ്കിലും മനസ്സിലൂടെ കുടിക്കുകയായിരിക്കും ചെയ്യുന്നു. ഒരു കുടിക്കാത്ത കുടി. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ഇരുന്ന് ഡയറക്റ്റ് ആയിട്ട് അവരോടൊത്ത് കളിച്ചിരിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ ചിലൊരു സങ്കല്പത്തിലൂടെ കുടിക്കുന്നുണ്ടാവും. അതായത് പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ പഴയ സ്ഥലങ്ങൾ കാണുമ്പോൾ ആ പഴയ എന്താണ് ഓർമ്മകളൊക്കെ ഇങ്ങനെ തേട്ടി വരിക, അയവിറക്കുക, ഇങ്ങനെയുള്ളൊരു പ്രോസസ്സൊക്കെ അയാളുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അയാൾ കുടിയിന്ന് എന്താണ് വിട്ടു നിൽക്കാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അയാളുടെ അന്നത്തെ ഒരു സമയത്തിൽ വിട്ടു നിൽക്കണം, മാറണം എന്നുള്ള ആ ഒരു അവസ്ഥ കൊണ്ട് വന്നു കുടിക്കാതെ പോകുന്നു. അപ്പം അതുകൊണ്ടാണ് അയാൾ ഈ കുടിയുടെ സാഹചര്യങ്ങൾ ഓർക്കുന്നതും അന്നത്തെ ആളുകളുമായിട്ടുള്ള ആ സമ്പർക്കത്തിൽ സുഖം കണ്ടെത്തുന്നു. ശാരീരികമായിട്ട് അയാൾ കുടിക്കുന്നില്ല, എന്നാൽ മാനസികമായിട്ട് അതിനോട് തന്നെ ചേർന്ന് നിൽക്കുകയാണ്. അത് പഴയകാല ആ കുടിയുടെ ഓർമ്മകളിലൂടെ അതയാൾ ആസ്വദിക്കുന്നുണ്ട്, അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അയാൾക്ക് തന്നെ ഞാനൊരു ആൽക്കഹോളിക് ആണോ എന്ന സംശയത്തിലാണുള്ളത്. മിക്കവാറും ഇത്തരത്തിലുള്ള ഈ സഹവാസവും മറ്റും അയാളെ വീണ്ടും ഒരു കുടിയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുതിയൊരു ജീവിത രീതിയിലേക്ക് അയാൾ മാറാൻ ശ്രമിക്കാത്തിടത്തോളം കാലം ബിഗ് ബുക്ക് പറയുന്നത് പോലെ സൂത്രശാലിയും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യത ഒരു വിധത്തിലും തള്ളിക്കളയാൻ പറ്റില്ല. വളരെ രസകരമായിട്ടുള്ളതാണ്. ഒരു കാൽ നൂറ്റാണ്ടിലേറെ, വർഷങ്ങളൊന്നും പറയുന്നില്ല, വർഷങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ അറിഞ്ഞിരിക്കും. കാൽ നൂറ്റാണ്ടിലേറെ പുള്ളിക്ക് എയിൽ രംഗമാണ്. അപ്പോൾ ഒരു പുതുമക്കാരനോട് പറയുന്നതാണത്, ഞാനൊരു പടിയും ചെയ്തിട്ടില്ല, ഞാനൊരു സാഹിത്യവും വായിച്ചിട്ടില്ല, എന്തേ ഇത്ര വർഷമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അപ്പം അത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അംഗമാണ് അത് പറഞ്ഞിരുന്നെങ്കിലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് അതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹം ഇപ്പോഴും ഒരു ഡ്രൈ ഡങ്ക് ആണെന്നാണ്.
കാരണം സാഹിത്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ചോ ഒരു മീറ്റിങ്ങിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇത്തരക്കാർ വളരെ അസ്വസ്ഥനാവും. ഇത് എയിൽ പഠിപ്പിക്കലൊന്നുമില്ല, അല്ലെങ്കിൽ പടികളെയൊക്കെ പറ്റി പറഞ്ഞ വല്ല സ്പോൺസറായിട്ട് പോയുണ്ട്, ഇവിടെ മീറ്റിങ്ങിലൊന്നുമല്ല. ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നവര്, പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കാൻ താല്പര്യം കാണിക്കുന്നവര്, അങ്ങനെയുള്ളവരെയൊക്കെ അംഗീകരിക്കുന്നതിൽ ഇവര് അസഹിഷ്ണുതരായിരിക്കും. പലപ്പോഴും കേട്ടുള്ള എയിൽ കുറെ പണ്ഡിതന്മാരുണ്ട്, എയിൽ പഠിപ്പിക്കില്ല. ആ ബിൽഡബ്ല്യു തന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്, റിക്കവറി വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ടീച്ചിങ് ആൻഡ് പ്രാക്ടീസിങ് ദ 12 സ്റ്റെപ്സ് ഈസ് ദ സോൾ പർപ്പസ് ഓഫ് ആൻ എ ഗ്രൂപ്പ്. 12 പടികളുടെ പഠിപ്പിക്കലും പരിശീലനവും മാത്രമാണ് ഒരു എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അപ്പൊ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അസ്വസ്ഥത വരുമ്പോൾ നമുക്ക് മറിച്ചെടുക്കാം. പഠിപ്പിക്കലല്ല, പഠനമാണ്. പഠനവും പരിശീലനവുമാണ് 12 പടികളുടെ പഠനവും പരിശീലനവുമാണ് ഒരു എ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് വയ്ക്കാം. നമുക്കറിയാം സോബ്രൈറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടുപേരും, ഒരാൾ സോബ്രൈറ്റിലുള്ള ആള്, ഒരാൾ റിക്കവറിയിലുള്ള ആൾ. സോബ്രൈറ്റി എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. സോബ്രൈറ്റി ഇസ് എ സ്റ്റേറ്റ്. അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പൊ നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, അതെപ്പോൾ മാറാം. അത് സങ്കടമാവാം, അത് ഭയമാവാം, അല്ലെങ്കിൽ കോപമാവാം. അപ്പൊ ഇത്തരം ഈ ഇമോഷൻസ് മാറുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ബട്ട് റിക്കവറി ഇറ്റ്സ് എ പ്രോസസ്. റിക്കവറി എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ആജീവനാന്ത പ്രക്രിയ, ലൈഫ് ലോങ് പ്രോസസ്സാണ് റിക്കവറി. ഈ റിക്കവറിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് തന്നെ അങ്ങനെയാണ്. റിക്കവറി ഇസ് ദ പ്രോസസ് ഓഫ് റിട്ടേണിംഗ് ടു ആൻഡ് മെയിൻറ്റെയിനിങ് ഹെൽത്തി മൈൻഡ്, സൗണ്ട് ബോഡി ആൻഡ് ലോജിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് രോഗാവസ്ഥയിലല്ലാത്തൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും യുക്തിപൂർവവും വിവേകപൂർവവും തീരുമാനമെടുക്കാനുള്ള കഴിവും അതിനെ വീണ്ടെടുക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്കവറി പ്രോസസ്. അപ്പൊ വീണ്ടെടുത്താൽ മാത്രം പോരാ, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അപ്പൊ നമുക്ക് എത്ര നാൾ നമ്മൾ റിക്കവറി ആയെങ്കിൽ നമ്മൾ ജീവിതാവസാനം വരെ അതിലൂടെ പരിശീലനത്തിലൂടെ തന്നെ തുറന്നു പോവുകയുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡെഫിനേഷനിൽ പറഞ്ഞ അതേ റിക്കവറി പ്രോസസ് തന്നെയാണ് എയുടെ 12 പടിയിലൂടെ നടക്കുന്നത്. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ജീവിത രീതി. അപ്പൊ ഇങ്ങനെ ഈ റിക്കവറിയിലായിരിക്കാൻ സോബറായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. മദ്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഒരു മദ്യാസക്തന് മാത്രമേ റിക്കവറിയിലേക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സോബർ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിക്കവറിയിലായിരിക്കണമെന്നില്ല, കുടിക്കാതിരുന്നാൽ മാത്രം മതി. ഏഴ് സോബർ ആയിരിക്കുകയാണ് ചെയ്യും, എന്നാൽ റിക്കവറിയിൽ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു മദ്യാസക്തനാണ് ഡ്രൈ ഡ്രങ്ക് എന്ന നമ്മളുടെ കുടിക്കാത്ത കുടിയൻ. ഒരു ഡ്രൈ ഡ്രങ്ക് ഫിസിക്കലി സോബറായിരിക്കും, ശാരീരികമായിട്ട് അയാൾ സോബറായിരിക്കും, അയാൾ മദ്യപിക്കുന്നില്ല. എന്നാൽ കുടിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് വൈകാരിക സുബോധം, ഇമോഷണൽ സോബ്രൈറ്റി ഉണ്ടാകുന്നില്ല. അതിന് പ്രോഗ്രാമിലായിരിക്കേണ്ടതുണ്ട്. ഈ ഇമോഷണൽ സോബ്രൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഇമോഷണൽ ഇക്വിലിബ്രിയം ആണ്. എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഇത് നമ്മുടെ ECG ഗ്രാഫ് നോക്കിയിട്ടില്ലേ, അതിനകത്ത് ഇങ്ങനെ മുകളിലും താഴെയും ഇങ്ങനെ വരകൾ കാണുന്നുണ്ട്. ആ വരകൾ മുകളിലേക്കും താഴേക്കും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അയാൾ മരിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോയിട്ടുണ്ടെങ്കിൽ അയാളിൽ എന്തോ പ്രശ്നമുണ്ട്. അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഇമോഷനെ നോക്കുന്നത്. ആ ഇമോഷൻ ഒരു പർട്ടിക്കുലർ ആ ഗ്രാഫിൻ്റെ ഇതിൽ മാക്സിമം ഇത്ര വരാം, താഴേക്ക് ഇത്ര പോകും. അതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകുന്നത്
ഇമോഷണൽ ഇംബാലൻസിങ് ആണ്. അത് കുടിക്കാതിരിക്കാൻ മാത്രം സംഭവിക്കുന്നില്ല. കുടിക്കാതിരിക്കുന്നാൽ നമ്മൾ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുടിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടോ? അതുണ്ടാവുന്നില്ല. ബാക്കി മാറുന്നതിനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു ഡ്രൈ ഡ്രങ്ക് ഒരിക്കലും